നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജനുവരി മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 13-ാം തീയതി ശുക്രൻ മകരത്തിൽ പ്രവേശിക്കുന്നു, 14-ന് സൂര്യൻ മകരത്തിൽ പ്രവേശിക്കുന്നു, 16-ന് ചൊവ്വ മകരത്തിൽ പ്രവേശിക്കുന്നു, 17-ന് ബുധൻ മകരത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ഈ 4 ഗ്രഹങ്ങളും ഒരുമിച്ച് ഏകദേശം ജനുവരി പകുതി തൊട്ട് ജനുവരി അവസാനം വരെ നിൽക്കുന്നതിനെക്കുറിച്ച് ജനുവരി മാസഫലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശുക്രൻ്റെയും സൂര്യൻ്റെയും മാറ്റം മാത്രമേ പ്രധാനമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. മറ്റതൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നോ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ ഉദ്യോഗ സ്ഥലത്തു നിന്നോ ഈ ഒരാഴ്ചയിൽ ഏറിയ ദിവസവും ഒന്ന് മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ സംഘർഷാവസ്ഥയോ തൊഴിൽ സ്ഥലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേടക്കൂറിൽപ്പെട്ട മിക്ക നക്ഷത്രക്കാർക്കും. പ്രത്യേകിച്ച് മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേനയും അതുപോലെ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും അവരുടെ തൊഴിലിടങ്ങളിലോ പ്രവർത്തന ഇടങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള സ്ത്രീ സൗഹാർദ്ദങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിഷമമോ അവരുടെ അനാരോഗ്യകരമായോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ജോലിസ്ഥലത്തു നിന്ന് മാറി നിൽക്കൽ ഉണ്ടെങ്കിലും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ, അതായത് ആദ്യത്തെ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് പൊതുവേ അവരുടെ പ്രവർത്തന മേഖലകളിൽ അവരുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവേ സാമ്പത്തികമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ അതല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ സാമ്പത്തികമായ സഹായവും പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാൻ തക്കവണ്ണമുള്ള സാങ്കേതിക സഹായങ്ങളുമൊക്കെ സഹകരണ സഹായങ്ങളുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, മനസ്സിന് സന്തോഷം നൽകുന്ന വ്യക്തികളുമായി പുറത്ത് സഞ്ചരിക്കുവാനോ അല്ലെങ്കിൽ അവരുമൊത്ത് കുറേ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനോ അത് മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന അവസ്ഥ കൈവരിക്കുവാനോ സാധിക്കും എന്ന് കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കോ പഠനത്തിനോ അല്ലെങ്കിൽ അവിടെ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും വൈഷമ്യങ്ങൾ അതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹൃതമായ ചില അവസ്ഥകൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക, വീടിൻ്റെ മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വീട് പാലുകാച്ചോ വീടിൻ്റെ ഗൃഹാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് മോടി പിടിപ്പിക്കൽ തുടങ്ങിയ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയോ ചെയ്യും. ഉദരത്തിന് രോഗമുണ്ടാകാനുള്ള സാധ്യത, വസ്തിപ്രദേശത്ത് എല്ല് സംബന്ധമായിട്ട് അസ്ഥി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം പിതാവിനും അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവേ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ 3 ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ഏകദേശം 4ഓളം ദിവസങ്ങൾ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധിക്കണം ഈ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാരും സ്ത്രീ നക്ഷത്രക്കാർക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പൊതുവേ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമോ വിമർശനങ്ങളോ ഉണ്ടാകാം. അതുമല്ല, ഈ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാരുടെ സ്വഭാവം അല്പം വഷളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പരാതി കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, വസ്തിപ്രദേശത്തൊക്കെ അതായത് ലോവർ അബ്ഡമിൻ ഭാഗത്തും മൂലാധാര സ്ഥലങ്ങളിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 5ഓളം ദിവസങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ധനസഹായം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനപരമായി ദോഷമൊന്നും കാണുന്നില്ല. പിതാവിന് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത്ര നല്ലതല്ല. ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 11, 12, 13 തീയതികൾ വളരെ ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങൾ, ആദ്യ പകുതി മുഴുവൻ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അവസാനത്തെ 2 ദിവസങ്ങൾ മാത്രമാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, അപ്രതീക്ഷിതമായി ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഭാഗ്യം തുണയ്ക്കുന്നത് കൊണ്ടാവണം തങ്ങൾ ചെയ്ത ഒരു മണ്ടത്തരം പോലും, തങ്ങൾ ചെയ്ത ഒരു അബദ്ധം പോലും ഒടുവിൽ വിജയമായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പൊതുവേ ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പോലും പരിചയമില്ലാത്ത വ്യക്തികൾ ഇവരുടെ സഹായത്തിനെത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ പുരുഷന്മാരാലും അതുപോലെ പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്ക് ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും അത് വളരെ പോസിറ്റീവായി മാറുകയും ചെയ്യുന്നു. ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ലളിതമാവുകയും അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നു. പിതാവ്, കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ, ഗുരുസ്ഥാനീയരായ വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ പൊതുവെ അനുകൂലമായ തീരുമാനമാണ് ഉണ്ടാകുന്നത്. പിതാവിന് നേരിയ ശാരീരികമായ അവശത വരാം എന്ന് കാണുന്നു. ഒരുപക്ഷെ പിതാവിനല്ല, ചിലപ്പോൾ അത് ഗുരുസ്ഥാനീയരായ വ്യക്തികൾക്കോ വീട്ടിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ഒക്കെ ആവാം. അത് ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങളെ ലാക്കാക്കിയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലയ്ക്ക്, ഈ സ്കാൾപ്പിൻ്റെ ഭാഗത്തൊക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ ആഴ്ച ഗുണകരമാണ്. പ്രത്യേകിച്ചും അവരുടെ ഉപരിപഠനം, ജോലിയിൽ കൂടുതൽ ഉയർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖങ്ങളോ പരീക്ഷകളോ അതുപോലെ വിദേശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ പോസിറ്റീവായ തീരുമാനം, അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നു ആഴ്ചയിൽ. പൊതുവേ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് അതിന് കൂടുതൽ ഗുണം കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഇടവക്കൂറിൽപ്പെട്ടവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ വളരെ ഗുണകരമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ധനസഹായം ഇവരിലേക്ക് വന്നു ചേരും. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന മുടക്കങ്ങൾ മാറുന്നു. സാമ്പത്തിക ലഭിക്കുന്നതിന് ആധാരമായ അടിത്തറയായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് മുടക്കുണ്ടായിരുന്നവർക്ക് ആ മുടക്ക് മാറുന്നു, തടസ്സം മാറുന്നതായിട്ട് കാണുന്നു. ഇവരുടെ ശത്രുക്കൾ പോലും ഇവർക്ക് ഇപ്പോൾ അനുകൂലമായി വർത്തമാനം പറയുന്നതായും അനുകൂലമായി സഹകരിക്കുന്നതായും കാണുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നു ആഴ്ചയിലെ ആദ്യത്തെ 4-5 ദിവസങ്ങളോളം. പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്പോഴും ധനപരമായിട്ട് ഇവർക്കൊട്ടും ദോഷം കാണുന്നില്ല. അതുകൊണ്ട് പൊതുവെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ വലിയ ദോഷമില്ല. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നല്ല വസ്ത്രം ലഭിക്കുവാനും നല്ല ഉപകരണങ്ങൾ ലഭിക്കുവാനും പുരസ്കാരങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഈ ആഴ്ചയിൽ ഇവർക്ക് സാധ്യമാവുമെന്ന് കാണുന്നു. അടുത്ത ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ധനസഹായം ഉണ്ടെങ്കിലും ശാരീരികമായി ഒട്ടും പ്രശ്നമല്ല. പ്രത്യേകിച്ച് ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ മാതാവ്, സഹോദരി, മകൾ, ഭാര്യ, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈഷമ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 13, 14, 15 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. ആദ്യ പകുതിയിൽ ചില ചെറിയ ഭാഗ്യ തടസ്സങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് കുടുംബത്തിൽ നിന്ന് വളരെ വലിയ സഹായം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ സഹായമുണ്ടാകുന്നതായിട്ട് കാണുന്നു. മറിച്ച് തിരിച്ചും അതുപോലുള്ള ഗുണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഭാര്യ വീട്ടുകാരുടെ ഗുണം ഈ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ലഭിച്ചെന്നിരിക്കാം. അതല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം. എന്തായാലും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണപരമായ കാര്യങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ജീവിത പങ്കാളി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ പുതിയ വസ്ത്രം ലഭിക്കുവാനും ചിലപ്പോൾ ലോട്ടറി, ഭാഗ്യക്കുറി അടിക്കുവാനുമൊക്കെയുള്ള സാധ്യത ഇവരെ കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളിൽ അത് പ്രധാനമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി മുടക്കം വന്നിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വ്യാപാര സംബന്ധമായി ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ തന്നെ
അനുകൂലമായ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, അതായത് രണ്ടാം പകുതിയിൽ. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ചയുടെ തുടക്ക ദിവസത്തെ ചില ഭാഗ്യഹീനങ്ങളായ തടസ്സങ്ങൾ ഒഴിച്ചാൽ ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ശ്രദ്ധിക്കണം. 1.5-2 ദിവസങ്ങളോളം സന്താനങ്ങൾക്ക്, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ശാരീരികമായി തുടയെല്ല്, മുട്ട് ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വളരെ രൂക്ഷമാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജലം അധികം കുടിക്കാത്തവർക്ക് പൈൽസ്, ഫിസ്റ്റുല മുതലായ പ്രശ്നങ്ങൾ കാരണം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് രണ്ടാം പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തുടങ്ങുക, പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക, സാമ്പത്തിക പരാധീനതയ്ക്ക് അയവ് വരിക, സാമ്പത്തികം ലഭിക്കുക, വായ്പ ലഭിക്കുക, പുതിയ പ്രവർത്തനങ്ങൾക്കോ വീടുപണി തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വായ്പ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പ അനുകൂലമായി അനുവദിച്ച് കിട്ടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പൊതുവെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13 വൈകുന്നേരത്തിന് ശേഷം 14, 15, 16, 17 ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. തുടക്ക ദിവസങ്ങളിൽ ഇവരുടെ ദേശം വിട്ടു പോകുമെന്നൊക്കെ കാണുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ എവിടെയോ പോകുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ മാതൃകുടുംബത്തിലെ ചില വ്യക്തികളുമൊത്ത് അല്ലെങ്കിൽ മാതാവുമൊത്ത് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വാഹനം പുതിയത് വാങ്ങുകയോ വാഹനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയൊക്കെ ചെയ്യുന്നതായി കാണുന്നു. വീടും മോടി പിടിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. പൊതുവെ ഇവരുടെ ഗ്രഹാന്തരീക്ഷം വളരെ നന്നാക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഈ ഒരു ഏകാന്തവാസത്തിനൊരു മാറ്റം വരുന്നുണ്ട്. ആരോടും സംസാരിക്കാതെ, ആരോടും ഇടപഴകാൻ സാധിക്കാതെ ഇരുന്നിരുന്ന കാലത്തിനൊരു മാറ്റം വരുന്നു. കുറച്ചുകൂടി ഓപ്പൺ ആകുന്നു, കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി ഇവർ ഇടപെടുന്നതായിട്ടാണ് കാണുന്നത്. അതിനർത്ഥം ആന്തരികമായി കുറേ ഊർജ്ജം, സന്തോഷമൊക്കെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ട് കാണുന്നു. വിദ്യാഭ്യാസ സംബന്ധമായും സമൂഹത്തിൽ ഇടപെടുന്ന വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് കുറച്ചധികം ധനം കയ്യിൽ വരുമെന്ന് കാണുന്നു. ഒരുപക്ഷെ ധനപരമായ നേട്ടമാവണം, അതല്ലെങ്കിൽ നേരത്തെ വിമർശനത്തിനും അതുപോലെ ആക്ഷേപത്തിനും പാത്രീഭവിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കർമ്മരംഗം അവർക്ക് അത് ജസ്റ്റ് മാറി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി വരുന്നതായി, നേർവിപരീതമായ ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നതായി കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചും അഭിനന്ദിച്ചുമൊക്കെ ഒരുപാട് പേർ പറയുകയും അതിൻ്റെ യഥാർത്ഥ വിജയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് ഇവരിൽ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും കുറച്ചുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് മതിപ്പുണ്ടാവുകയും സ്വയം മതിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ധനപരമായി വരുന്ന ആഴ്ച ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടത്തിന് ആധാരമായ ഇവരുടെ കർമ്മരംഗം കുറച്ചുകൂടി സംശുദ്ധമാക്കപ്പെടുന്നു, പരിരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ എംപ്ലോയർ എന്ന നിലയിലുള്ള വ്യക്തികൾ, അധികാരികൾ, ആ തരത്തിൽ നിൽക്കുന്നവരൊക്കെ തന്നെ ഇവരോട് വളരെ സൗമ്യമായി ഇടപെടുകയും ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉറപ്പു നിൽക്കുകയും ചെയ്യുന്നു. വാദസംബന്ധമായ അസുഖങ്ങൾ, കാൽമുട്ട്, പാദങ്ങൾ, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ഉദരവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതായി കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതായി കാണുന്നു. മുടക്കം വന്ന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ, ഈ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് ആ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ചെറിയ അയവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിന് വിഷമം തന്നിരുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ മാതാവിനും അതുപോലെ തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്ന അവസരങ്ങൾ, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരത്തിന് ശേഷമുള്ള 1.5-2 ദിവസങ്ങൾ സന്താനത്തെ ചൊല്ലിയും ഇവർക്ക് ചെറിയ വിഷമങ്ങളുണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇതിനൊക്കെ നേർവിപരീതമായി സന്താനങ്ങളെ ചൊല്ലി വിഷമിച്ചിരുന്നവർക്ക് അതിന് ഒരു പോസിറ്റീവായ പരിസമാപ്തി ഉണ്ടാകുന്നു. അതുപോലെ മാതാവിൻ്റെ കാര്യങ്ങളിൽ ആശങ്കപ്പെട്ടിരുന്നവർക്കും മാറ്റം വരുന്നുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 ആണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ വളരെ ഉഷാറായി ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കാൻ സന്നദ്ധരായ വ്യക്തികളെയാണ് കാണുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക്. എന്നാൽ ആഴ്ചയുടെ പിന്നീടുള്ള ദിവസങ്ങൾ താരതമ്യേന കുറഞ്ഞ ഊർജ്ജമാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് ചെറിയ മാനസികമായ ഒരു
ക്ഷീണിതാവസ്ഥ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷേ ചിലപ്പോൾ മാനസിക ക്ഷീണിതാവസ്ഥ ഉണ്ടാകാൻ കാരണം ശാരീരികമായ എന്തെങ്കിലും അവശതയാകാം. അല്ലെങ്കിൽ തങ്ങൾ ഇടപെട്ട വ്യക്തികൾ, അത് സമൂഹമായാലും ശരി, തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ സഹപ്രവർത്തകരായാലും ശരി, അല്ലെങ്കിൽ മറ്റു സൗഹാർദ്ദങ്ങളായാലും ശരി, അവരിൽ നിന്ന് നേരിയ തോതിലുള്ള നീരസം ഇവർക്ക് അനുഭവപ്പെടുന്നതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ മനസ്സിന് താല്പര്യമില്ലാതെ വന്നേക്കാം ആഴ്ചയുടെ രണ്ടാം പകുതി. എന്നാൽ അവസാന ദിവസങ്ങളിൽ കുറേയൊക്കെ മാറ്റം ഇതിന് വരുന്നുണ്ട്. മാനസികമായി കുറച്ചുകൂടി ഊർജം ഇവർക്ക് ഈ ആഴ്ചയിൽ രണ്ടാം പകുതിയിൽ വലുതായിട്ട് കാണുന്നില്ല. എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായി ആദ്യത്തെ ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും ഉന്മേഷവും കാണുന്നുണ്ട്. സാമ്പത്തികമായി കൂടുതൽ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആദ്യത്തെ 3 ദിവസങ്ങൾ. ആദ്യത്തെ 3 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത് പകുതി ദിവസങ്ങളായി എന്നു തന്നെ ധരിക്കണം. അപ്പോൾ ആ 3 ദിവസങ്ങൾ, ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ തക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായി വ്യാപരിക്കാനും അത് വിജയിക്കാനും സാധ്യത കാണുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ താരതമ്യേന അല്പം അലസത വന്നാലും അല്പം ക്ഷീണിതാവസ്ഥ വന്നാലും വലുതായി ഇവരെ അത് ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെ വിജയത്തിൻ്റെയും പ്രവർത്തന സദ്ഫലങ്ങളുടെയും ഫലം കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഉന്മേഷഭരിതമായ ജീവിത സുഖവും സന്തോഷവും ഒക്കെ തന്നെ ആദ്യ പകുതിയിൽ കിട്ടുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി ചിങ്ങക്കൂറിൽപ്പെട്ടവർ ഓരോരുത്തരും ചെയ്യുക. ആഴ്ചയുടെ രണ്ടാം പകുതി ഉഴപ്പണം എന്നല്ല, സ്വാഭാവികമായി വരുന്ന ഉഴപ്പിനെ വലിയ ആശങ്കയോടുകൂടി ഇപ്പോൾ കാണണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശാരീരികമായി ഇവർ വളരെ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ രണ്ടാം പകുതി കഫപ്രകൃതി ഉള്ളവർക്ക് കഫം കൂടാനുള്ള സാധ്യതയുണ്ട്. ശ്വാസതടസ്സം ഉണ്ടാകാം. അതുപോലെ തന്നെ മൂക്കടപ്പ്, സൈനസൈറ്റിസ് മുതലായ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചെവിക്ക് എന്തെങ്കിലും അസുഖമുണ്ടാകാനും ഇവർക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും ചെറിയ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകാം. ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 11, 12, 13 വൈകുന്നേരം വരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾക്ക് ശേഷമുള്ള 3 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പൊതുവെ ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഇടപഴകാൻ സാധിക്കുന്നു എന്നത് തന്നെ വലിയൊരു ഈശ്വരാധീനമാണ്. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമുള്ള ആലസ്യമൊക്കെ മാറുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യത്തോടും സത്മനസ്സോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യം ഇവർക്ക് കടാക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2.5-3 ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ദൈവസഹായം, ഈശ്വര സഹായം, ദേവിയുടെ സഹായം ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഐശ്വര്യവും സാമ്പത്തിക മേന്മയും പ്രവർത്തനങ്ങളിലെ വിജയവും തങ്ങളുടെ വ്യക്തിത്വം, ശാരീരിക വ്യക്തിത്വവും മാനസിക വ്യക്തിത്വവും ഒന്നുകൂടി തിളക്കമുള്ളതാക്കി മാറ്റാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലെ വിജയം മാത്രമല്ല, മനസ്സിൻ്റെ സന്തോഷം ഇവർക്ക് വലിയൊരളവിൽ ഇവരെ ആത്മവിശ്വാസത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ പഴയ ദിവസങ്ങളോട് സുല്ല് പറയാനുള്ള സമയമായി. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ ഐശ്വര്യം, വിചാരിച്ച കാര്യങ്ങൾ നേടാൻ തക്കവണ്ണമുള്ള പ്രാപ്തി, ഇതെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്നു. ലൗകിക നേട്ടങ്ങൾ മാത്രമല്ല, ആത്മീയമായ മനസ്സന്തോഷവും ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് നയനരോഗമുണ്ടാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് തന്നെ, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ ഒന്നുകിൽ കണ്ണുകളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ തലയോട്ടി, തലമുടി, തലാഭാഗങ്ങളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ പേശി സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ കന്നിക്കൂറിൽപ്പെട്ട പ്രായാധിക്യമുള്ളവരോ കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരോ അവരുടെ ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിവർത്തിച്ചു കൊണ്ടുപോകണമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ, നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13 വൈകുന്നേരത്തിന് ശേഷം 14, 15 തീയതികൾ ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനം ആഴ്ചയുടെ അവസാന ദിവസങ്ങളും ആദ്യ ദിവസങ്ങളും, ആദ്യത്തെ 2-2.5 ദിവസങ്ങളും അവസാനത്തെ 2 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആഴ്ചയിലെ ഭൂരിപക്ഷം ദിവസങ്ങളും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രധാനമായും ഇവരുടെ ശാരീരിക മാനസിക ഭാവങ്ങളെ ഒന്നുകൂടി ഈശ്വരകൃപയാലോ അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലോ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നു.
ദുഃഖവും വിഷമവും സഹിച്ച് അങ്ങനെ തോറ്റുപോകുന്ന ഒരവസ്ഥയ്ക്ക് പകരം പടപൊരുതാനുള്ളൊരു മനസ്സോടുകൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനവും ഇപ്പോൾ ഇവരിലുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഉണ്ടായിരുന്ന വസ്തുവകകൾ, വീട്ടിലെ മറ്റു സാധന സാമഗ്രികൾ അതൊന്നും തന്നെ നശിക്കുന്നതായിട്ട് കാണുന്നില്ല. അത്തരം ആശങ്കകൾ ഇവർക്കുണ്ടായിരുന്നു. ആ ആശങ്കകളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങൾക്ക് പുതിയ ഫർണിച്ചർ വാങ്ങാനോ വീടിൻ്റെ അന്തരീക്ഷം മൂടി പിടിപ്പിക്കാനോ വാഹനത്തിലുണ്ടായിരിക്കുന്ന ദോഷാവസ്ഥകൾ മാറ്റാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഇവരുടെ ഗൃഹാന്തരീക്ഷം കുറച്ചുകൂടി തിളക്കമുള്ളതായി മാറുന്നു. അവിടെ സന്തോഷജനകമായ കാര്യങ്ങൾ നടക്കുന്നതായും വരുന്നു. നിരാശതാബോധം മാറുന്നു, ദുഃഖം മാറുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് ജീവിതത്തിൽ വിഷമങ്ങൾ കണ്ടതുകൊണ്ടാവണം ഒരു വിജയം കണ്ടാലും തൊട്ടുപുറകെ ഒരു പരാജയം വരുമോ, വിഷമം വരുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് കാണാം. എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവരും അഭ്യുദയകാംക്ഷികളുമൊക്കെ ഇവരെ നല്ല സഹായിക്കുമെന്ന് കാണുന്നു. എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് അപകട സാധ്യതയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. മറിച്ച് ഇവർക്ക് വളരെ ഇവരുടെ മോശം സമയത്ത് കൂടെ നിന്നിരുന്നവരും ഇപ്പോൾ നിൽക്കുന്നവരും എല്ലാം തന്നെ ഇവരോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുന്നത് കൊണ്ട് പല ദോഷവശങ്ങളും മറന്നുകൊണ്ട് വിജയവശങ്ങളെ ഇവർ കൃത്യമായി കാണാൻ സാധിക്കുന്നു. അതായത് മനസ്സ് കൃത്യമായി ഊർജ്ജ സുരഭിലമാകുന്നു എന്ന് വേണം പറയാൻ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ ഇവർക്ക് അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറൽ ഡിസീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമോ ഇവർക്കിപ്പോൾ വരാം. ചിലപ്പോൾ ഒന്ന് ക്ഷീണിതാവസ്ഥ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ വന്നേക്കാം. ശബ്ദപ്രശ്നങ്ങളും അതുപോലെ കഫപ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇവരെയും വല്ലാതെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വയോധിക പ്രായത്തിലുള്ളവരാണെങ്കിൽ ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ BP സംബന്ധമായോ കൊളസ്ട്രോൾ സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 12, 13 വൈകുന്നേരം വരെയും ശേഷം 16ഉം 17ഉമാണ് താരതമ്യേന ശുഭകരമായ ദിവസങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷം ഉണ്ട്. അതായത് ഭാഗ്യസ്ഥാനമായ 5-ൽ ശനിയും അതുപോലെ തന്നെ ഭാഗ്യനാഥനായ അല്ലെങ്കിൽ ഭാഗ്യാധിപനായ സർവേശ്വരനായ വ്യാഴം പോയി 8-ലും. അപ്പോൾ ഫലത്തിൽ രണ്ടും ഒന്നാണ്. ഭാഗ്യവും ഈശ്വരാധീനവും കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ആഴ്ചയുടെ ഫലം മാത്രം എടുക്കുമ്പോൾ ഇവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസവും അത്ര നല്ലതല്ല. ആഴ്ചയുടെ ഇടയ്ക്കുള്ള ഈ ദിവസങ്ങൾ, അതായത് ചൊവ്വാഴ്ച തൊട്ട് ഇവർക്ക് വളരെ ഗുണം കാണുന്നുണ്ട്. താരതമ്യേന ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ശോഭിക്കാനും അതുവഴി ഇവരുടെ കർമ്മരംഗത്ത് ഇവർ അജയ്യരാണ് എന്ന് ഇവരുടെ ബന്ധപ്പെട്ട അധികാരികളെ മനസ്സിലാക്കി കൊടുക്കാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഇവരുടെ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ഉന്മേഷം കടന്നു വരുന്നു ഈ ദിവസങ്ങളിൽ. സാമ്പത്തികമായ ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇടപെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം, അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇവർ കാണിക്കുന്ന ആത്മവിശ്വാസവും കഴിവും കൃത്യമായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ ഇവരിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് കാണുന്നു. ദന്തരോഗമോ മുഖരോഗമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വാക്ക് വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള വർത്തമാനങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഈർഷ്യയ്ക്കോ കോപത്തിനോ ഒക്കെ ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കേസാകാനുമൊക്കെ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല. ഓരോരുത്തരുടെ ബേസിക് നേച്ചർ വെച്ചും കർമ്മം വെച്ചുമാണ് ഓരോന്നും മാറുക. ഇവിടെ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആഴ്ചയുടെ ആദ്യത്തെ 1.5-2 ദിവസങ്ങൾ അമിതമായ ചിലവ് കാണുന്നുണ്ട്. സാമ്പത്തിക ചിലവാണ് കൂടുതലായും കാണുന്നത്. പ്രത്യേകിച്ചും ആടയാഭരണങ്ങൾക്ക് വേണ്ടിയോ വസ്ത്രങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാവിഷായ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നതാവാം. എന്നാൽ താരതമ്യേന വൃശ്ചികക്കൂറിൽപ്പെട്ട സാമ്പത്തികം കുറഞ്ഞ വ്യക്തികൾക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾക്കും എന്നാൽ ഉടനെ ലാഭം കിട്ടാത്തതുമായ കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായത് മുഖരോഗങ്ങളാണ്, ദന്തരോഗങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നാൽ സാമ്പത്തിക നേട്ടം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി ഇവരിലേക്ക് വരുന്നുണ്ട്. അവസാന ദിവസങ്ങൾ വാക്ക് വളരെ സൂക്ഷിക്കുക എന്നും മുഖരോഗങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും പറയുന്നു. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സാധിക്കാൻ പ്രാപ്തിയുണ്ട്. എന്നാൽ പലപ്പോഴും തങ്ങളുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ
ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ നെഗറ്റീവ്, അതായത് പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ, അധമ ചിന്തകൾ ഇവരെ ഭരിക്കും. നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശനി 10ലേക്ക് വീക്ഷിക്കുന്നതും അതുപോലെ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നതുമൊക്കെ ഇവർക്ക് ഒരു അൺലക്കിൻ്റെ പ്രതീതി ജനിപ്പിക്കും. 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഗുണമോ ഐശ്വര്യമോ ഇവർ ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായും കൃത്യമായി പ്രാർത്ഥനയോടുകൂടി ഇവരുടെ കർമ്മം അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ബാഹ്യമായ ഇത്തരം ഇടപെടലുകൾക്കോ ചിന്തകൾക്കോ യാതൊരു പങ്കും തങ്ങളുടെ പരാജയത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അത് തങ്ങളുടെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്യും. കാരണം ആത്മാർത്ഥതയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് കൃത്യമായി പുലർന്നു പോവുക. കാരണം കർമ്മരംഗത്തേക്ക് ശനിയുടെ വീക്ഷണം വന്നാൽ അതിനെ കണ്ടകശനി എന്ന് തന്നെയാണ് പറയുന്നത്. 4-ൽ നിന്നുകൊണ്ട് ശനി 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ 10ാം ഭാവം ചാരവശാൽ ധനുക്കൂറിന് 10ലെ ശനി കൂടിയുടെ ഒരു എഫക്റ്റ് ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കർമ്മരംഗത്ത് ഏതു വിധേനയുമുള്ള തടസ്സം വരാം. കർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആധാരമായ വിശപ്പിനെ മാറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന പണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം മാത്രമല്ല, മനസ്സ വാച കർമ്മണ എല്ലാം കർമ്മത്തിൽ വരും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ ഇതര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആശങ്കാഭരിതമായ ഒരു മനസ്സാണ് നിങ്ങൾക്കെങ്കിൽ സ്വാഭാവികമായും വിജയത്തിൻ്റെ പാത വീണ്ടും വീണ്ടും അകന്നുകൊണ്ടേയിരിക്കും. അതല്ല, മറിച്ച് ഉന്മേഷത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഏറ്റവും നല്ലത് സംഭവിക്കുമെന്ന വിശ്വാസത്തോടു കൂടി തങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ധനുക്കൂറിന് വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം 7-ൽ നിന്നുകൊണ്ട് വ്യാഴം ഇവരുടെ ജന്മരാശിയിലേക്കാണ് നോക്കുന്നത്. ഈശ്വരൻ്റെ കൃത്യം കടാക്ഷത്തിന് മുമ്പിലാണ്, ഭാഗ്യ കടാക്ഷത്തിന് മുമ്പിലാണ് ഇവർ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ധനുക്കൂറിന് വിജയമുണ്ടാകുമെന്ന് ചിന്തിക്കുക. വിജയം ചിലപ്പോൾ അല്പം വൈകാം, കാരണം ശനിയുടെ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് 10ാം ഭാവത്തിൽ. എന്നാൽ 3-ൽ നിൽക്കുന്ന രാഹു ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷം ഇവർക്ക് കൊടുക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലാവട്ടെ തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, വിചാരിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യം ആകുക, സാക്ഷാത്കരിക്കപ്പെടുക, അഭിലഷിക്കുന്ന കാര്യങ്ങൾ നടക്കുക, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക, മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക, ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് വർത്തമാനം പറഞ്ഞിരിക്കുവാനോ സല്ലപിക്കുവാനോ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുവാനോ ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് ശാരീരികമായും മാനസികമായും വളരെ ശക്തി വരുന്നതായും വ്യക്തിത്വത്തിന് ഒരു പുതിയ മാനം വരുന്നതായും കാണുന്നുണ്ട്. ആഴ്ചയുടെ ഇടയ്ക്കുള്ള ദിവസങ്ങൾ, അതായത് തുടക്ക ദിവസങ്ങൾ 2.5-3 ദിവസങ്ങളും അവസാനത്തെ 2 ദിവസങ്ങളിലും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ശാരീരികമായ ഇത്തിരി അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജലജന്യമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ അലർജി അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ടി വരികയോ ചിലപ്പോഴെങ്കിലും ആശുപത്രി വാസത്തിനോ സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 12, 13 വൈകുന്നേരം വരെ, ശേഷം 16-ഉം 17-ഉം ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് വളരെ ഗുണകരമായ ചില ആസൂത്രണങ്ങൾ കർമ്മരംഗത്ത് ചെയ്യാൻ സാധിക്കും. പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ ആസൂത്രണങ്ങൾ, ക്രമീകരണങ്ങൾ ഇവ നിശ്ചയിക്കുവാൻ സാധിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഒന്നുകിൽ ആ ചെയ്ത പ്രവൃത്തികളുടെ വിജയം, അതല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തികൾ വിജയിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം, ഇത് രണ്ടും ഇവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ, അതായത് അവസാനത്തെ 2 ദിവസങ്ങൾ ഒഴിച്ചാലുള്ള ബാക്കി 5ഓളം ദിവസങ്ങളിൽ ഈ ഗുണങ്ങൾ ഉണ്ടാവണം. പ്രവർത്തനങ്ങളിലെ വിജയം, സാമ്പത്തിക ലാഭം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, ഒരുമിച്ചുള്ള യാത്ര ചെയ്യൽ, സല്ലാപം, നല്ല ഭക്ഷണം കഴിക്കൽ, ഒരുമിച്ച് സുഹൃത്തുക്കളുമായൊത്ത് എവിടെയെങ്കിലുമൊക്കെ ഉല്ലസിക്കാൻ പോകൽ, ഇതെല്ലാം നടക്കുന്നുണ്ട്. പുതിയ വസ്ത്രം ലഭിക്കുക, പുതിയ സമ്മാനങ്ങൾ കിട്ടുക, ഇതൊക്കെ കാണുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയം കാണുന്നു ഈ ദിവസങ്ങളിലെല്ലാം തന്നെ. ശാരീരികമായ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം. പനിയോ മറ്റസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ല്, ഇടുപ്പ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽപാദങ്ങളും കാൽ വിരലുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ ഏരിയയിലുമൊക്കെ എന്തെങ്കിലും സ്കിൻ സംബന്ധമായ അസുഖമോ മറ്റെന്തെങ്കിലും മുറിവോ അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ മാതാവിനും അത്ര നല്ലതല്ല ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 12, 13, 14, 15 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്.
അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഗുണകരമാണ്. തങ്ങൾക്ക് പണം ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ഇവർ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ വരവ് ആഴ്ചയുടെ 2ാം പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും നന്നായി അധ്വാനിക്കാനുള്ള മനസ്സും ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധിക്കുന്നു മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഇവരുടെ മേലധികാരികൾ. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസം 2ാം പകുതി, ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഫലപ്രദങ്ങളായ വിജയങ്ങളായ ദിവസങ്ങളായിട്ടാണ് വേണം കണക്കാക്കാൻ. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടാകാം. സൂര്യൻ ആയതുകൊണ്ട് മേലധികാരിയെയും അവർ ചിന്തിക്കണം. മേലധികാരിയുമായിട്ടും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ഉണ്ടാകാം. പക്ഷേ അതൊന്നും നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയിൽ പോകണമെന്നില്ല. എന്നാൽ പിതാവിന് അത്ര നല്ലതല്ല. ശാരീരികമായ അവശതയും പ്രശ്നവും കാണുന്നുണ്ട്. അതുപോലെ അത് ചിലപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിയുടെ പിതാവിനും അങ്ങനെ വരാനൊരു സാധ്യത കാണുന്നു പ്രത്യേകിച്ചും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇവരുടെ ശുക്രൻ എന്ന് പറയുമ്പോൾ ശുക്രനും 12-ൽ പോയി നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് 13-ാം തീയതി മുതൽ ഇവർ ശുക്രൻ 12-ൽ അത്ര ദോഷമൊന്നുമല്ല, എങ്കിലും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും ഒടുവിൽ ചില കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളുമൊക്കെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ തന്നെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അതിൽ വലിയ വിഷമമൊന്നും ഉണ്ടാകാതെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഞാൻ പറയാം, സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും കൃത്യമായി കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ പിതാവിനത്ര നല്ലതല്ല. അതുപോലെ പിതാവിന് പൊതുവേ ദോഷകരമായ ഒരു അവസ്ഥ കൃത്യമായി കാണുന്നുണ്ട്. അതുപോലെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ നയനങ്ങൾ, ഹൃദയം, പേശികൾ, ഈ ഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 13 വൈകുന്നേരത്തിന് ശേഷം 14, 15, 16, 17 ആണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതൽ ഗുണം. പ്രത്യേകിച്ച് തങ്ങളുടെ കർമ്മമേഖലയിൽ നന്നായി ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇവർക്ക് വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന സാമ്പത്തിക ലാഭം കാണുന്നു. ഒരുപക്ഷെ അവരുടെ ജീവിത പങ്കാളിയുടെ സ്വത്ത് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുക, അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വരുമാനത്തിന് ഉയർച്ചയുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതല്ല, മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയുടെ വേതന വ്യവസ്ഥകൾ മാറാം. ചിലപ്പോൾ അവർക്ക് മറ്റു ചില ആനുകൂല്യങ്ങൾ വരാം. ചിലപ്പോൾ ലോട്ടറി അടിക്കാം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. മേലധികാരികളുമായി ബന്ധപ്പെട്ടും ആഴ്ചയുടെ 2ാം പകുതി മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പ്രീതികരങ്ങളായ അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ചും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രീതിജനകങ്ങളായ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു. അത് മനസ്സിന് വളരെ സന്തോഷമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പുതിയ പ്രോജക്റ്റുകൾ, പദ്ധതികൾ ഇവരിലേക്ക് വരാം. അതിന് കാരണം ഇവരുടെ പ്രവർത്തനങ്ങളിലെ വിജയവും മികവുമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. എന്തായാലും പൊതുവെ ഗുണകരമാണ് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ തുടക്ക ദിവസങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായി ഇവരിലേക്ക് ധനം വരാം. എന്നാൽ ഈ ധനത്തോടൊപ്പം ശാരീരികമായ അവശതയോ അപ്രതീക്ഷിതമായ ചില പേരുദോഷമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മീനക്കൂറിൽപ്പെട്ടവർക്ക് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും സ്ത്രീ സുഹൃത്തുക്കൾ വഴിയോ, അല്ലെങ്കിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ സൗഹാർദ്ദങ്ങളോ സ്ത്രീ ബന്ധങ്ങളോ, ഭാര്യ, സഹോദരി, മകൾ, അമ്മ, സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ ഇവർക്ക് ഇടപഴകേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ പിതാവിനും അത്ര നല്ലതല്ല. ചിലപ്പോൾ ചില യാത്രകൾ തടസ്സപ്പെട്ടെന്നിരുന്ന. എന്നാൽ അവസാനത്തെ 2.5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ആദ്യത്തെ ദിവസങ്ങളുടെ പോരായ്മകളൊക്കെയും പരിഹരിച്ചുകൊണ്ട് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവസാന ദിവസങ്ങൾ വളരെ തിളക്കമാർന്നതാകും, പ്രവർത്തനപരമായും സാമ്പത്തികപരമായും ഒക്കെ. ആരോഗ്യ സംബന്ധമായി ഞാൻ പറഞ്ഞു, ഇവർക്ക് നട്ടെല്ല് സംബന്ധമായോ അതല്ലെങ്കിൽ ഇടുപ്പല്ലു ഭാഗത്തോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 16, 17 ആണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിനായി കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുക, വ്രതശുദ്ധി പാലിക്കുക,
മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. എന്തെങ്കിലും വ്രതമൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ ശനിദോഷം എന്ന് പറയുമ്പോൾ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ മോശമായി പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ജന്മശനി ഇവർക്കിത് ചെയ്യാവുന്നതാണ്. ഇന്ദ്രനീലം ധരിക്കാം. അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെയോ അയ്യപ്പസ്വാമിയുടെയോ നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ്റെയോ മുൻപാകെ നീരാഞ്ജനം കഴിപ്പിക്കുന്നതും കടുംപായസം കഴിപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. കാക്കയ്ക്ക് ശനിയുടെ വാഹനമാണ്. ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. ഇടത്തെ കൈ ശനിയുടെ പ്രതീകമായതുകൊണ്ടാണ് ഇടത്തെ കൈ പറയുക. എച്ചിലാണ് കാക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഉപേക്ഷിക്കപ്പെട്ടത് ശനിയുടേതാണ്. അതുകൊണ്ടാണ് അത് കൊടുക്കാൻ പറയുന്നത്. പലരും പറയും വളരെ ഭോജ്യങ്ങൾ കൊടുക്കാമെന്നൊക്കെ. കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ശനിയുടെ നിവർത്തി സ്ഥാനത്തു നിന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. വ്യാഴത്തിൻ്റെ ദോഷത്തിന് തീർച്ചയായും മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. അതുപോലെ വ്രതശുദ്ധി പാലിക്കാം. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയുടെ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് കറുകമാല അർപ്പിക്കലും നാളികേരമുടക്കലുമൊക്കെ. നാഗദോഷത്തിനായിട്ട് ഓം നാഗായ നമ എന്ന് ജപിക്കാം. ഓം അനന്തായ നമ എന്ന് ജപിക്കാം. നാഗർക്ക് 100 പാലും നൽകാം. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരാഴ്ചയാവട്ടെ ഈ വാരമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.